വിശ്വസ്തനാകുമ്പോൾ അധികത്തിൽ വിചാരകനാക്കുന്നത്. അതാണ് ആർ യു ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്? ആത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്കുണ്ടോ? നമ്മള് അടുത്തത് പറഞ്ഞത് ഇതാണ്. അനന്യാസ് ശൗലിന്റെ മേൽ കൈവച്ചപ്പോൾ അവൻ ആത്മാവിൽ നിറയപ്പെട്ടു. അനന്യാസ് വെറും ഒരു സാധാരണ മനുഷ്യനാണ്. ശൗലിനെ പോലൊരു മനുഷ്യന്റെ തലയിൽ കൈവച്ചപ്പോൾ ആത്മാവിൽ അവൻ നിറയപ്പെട്ടു. പിന്നത്തേതിൽ ശൗൽ ആരാണ്? ലോകം മുഴുവൻ അറിയപ്പെടുന്ന, ഇന്ന് ലോകപ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞനും കർത്താവിന്റെ അപ്പോസ്തലനുമായി തീർന്ന ഈ വ്യക്തിയെ, പൗലോസിനെ കൈവച്ച് പ്രാർത്ഥിച്ച് ആത്മനിയോഗം കൊടുത്തത് ആരാ? ഒരു വെറും സാധാ സഹോദരൻ, സഭയിലൊരു സഹോദരൻ. നമുക്കത് പറ്റും. ഞാൻ അതാ പറഞ്ഞത്, നമുക്കൊരു പക്ഷേ ഒരു വലിയ ഗ്രഹാമിന്റെ ശുശ്രൂഷ നമുക്ക് കിട്ടിയില്ലെന്ന് വരാം, അല്ലേ? ഒരുപക്ഷെ മഹത്തരമായ ശുശ്രൂഷയോ വലിയൊരു പ്രസംഗകയോ നിങ്ങളായില്ലെന്ന് വരാം. പക്ഷേ നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി സുവിശേഷം മറ്റുള്ളവരോട് പറഞ്ഞാൽ വലിയ ശുശ്രൂഷയുള്ള ചിലരെ കൈപിടിച്ച് നടത്താൻ നിങ്ങൾക്ക് കഴിയും. മൂന്നാമതൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. യേശു യോർദാനിൽ നിന്ന് വന്ന് ആത്മാവ് നിറഞ്ഞവനായി. തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ വരവാണ്. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആത്മനിറവ്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ അവസാനിപ്പിച്ചിട്ട് അടുത്തതിലേക്ക് കയറുകയാണ്. അപ്പോ ടു ബി ഫിൽഡ് മീൻസ് ടു ബി എക്വിപ്ഡ് ഓർ ടു ബി ക്വാളിഫൈഡ്. നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ സജ്ജരാകുക എന്നോ യോഗ്യരാകുക എന്നോ ഗ്രീക്കിൽ അർത്ഥം പറയാം. ഇനി രണ്ടാമത് വേറൊരു അർത്ഥം കൂടെ അതുകൊണ്ട് എഴുതിക്കോ. രണ്ടാമത്തെ അർത്ഥം എന്താ അറിയാമോ? നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിയന്ത്രിക്കപ്പെടുക. ഗ്രീക്കിൽ നിയന്ത്രിക്കപ്പെടുക. ടു ബി ഫിൽഡ് മീൻസ് ടു ബി കൺട്രോൾഡ് ബൈ. ടു ബി കൺട്രോൾഡ് ബൈ. ഒരാള് ഏതിനാലാണോ നിറയപ്പെടുന്നത് ആ വ്യക്തി അതിനാൽ നിയന്ത്രിക്കപ്പെടും. ഞാൻ ഉദാഹരണം കാണിക്കാം. അതുകൊണ്ടാണ് നിറയുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കപ്പെടുക എന്നൊരു അർത്ഥം വന്നത്. ഒരു വ്യക്തി ഏതിനാൽ നിറയപ്പെട്ടു ആ നിറയപ്പെടുന്നവൻ അതിനാൽ നിയന്ത്രിക്കപ്പെടും. ഒന്ന് വായിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 28-ാമത്തെ വാക്യം. ലൂക്കോസ് 4:28. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തല കീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. ഇത് നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷയുടെ ആദ്യ സമയമാണ്. കർത്താവ് ഗലീലയിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെ വന്നിട്ട് അവൻ വളർന്ന നസറേത്തിൽ വന്നു. നസറേത്തിൽ ചെന്നിട്ട് പിറ്റേ ശബത്തിൽ അവൻ പള്ളി ചെന്നു, സിനഗോഗിൽ ചെന്നു. സിനഗോഗിൽ ചെന്നപ്പോൾ പതിവ് പോലെ സിനഗോഗിന്റെ ശുശ്രൂഷകൻ അഥവാ പള്ളി പ്രമാണി പുസ്തകം യേശുവിന്റെ കയ്യിൽ കൊടുത്തു. കർത്താവ് തുറന്നു വായിച്ചത് യെശയ്യാ പ്രവചനമാണ്. നിങ്ങൾക്കറിയാം, അതാണല്ലോ നമ്മൾ നസറേത്ത് മാനിഫെസ്റ്റോ എന്നൊക്കെ പറയുന്നത്. കർത്താവിന്റെ ശുശ്രൂഷയുടെ പ്രകടന പത്രികയാണ് പിന്നെ നമ്മൾ വായിക്കുന്നത്. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തു, അല്ലേ? ആകയാൽ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും നീതിമാന്മാരെ വിടുവിപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന ഭാഗം കർത്താവ് വായിച്ചിട്ട് പുസ്തകം മടക്കിയിട്ട് പള്ളിയിൽ കൂടിയിരുന്നവരോട് പറഞ്ഞു, ഈ വചനം നിങ്ങൾ കേൾക്കിയാൽ ഇന്ന് ഇതിന് നിവർത്തി വന്നിരിക്കുന്നത്. എന്നിട്ട് കർത്താവ് ഇത് പറഞ്ഞപ്പോൾ ഇത് നിങ്ങൾ നിവർത്തി വന്നിരിക്കുക, നിങ്ങൾ ഈ വചനം കേൾക്കിയാൽ നിവർത്തി വന്നു എന്ന്
പള്ളിയിലുള്ളവരുടെ എല്ലാം കണ്ണ് അവങ്കൽ പതിഞ്ഞു എന്നല്ലേ നമ്മൾ വായിക്കുന്നേ. പെട്ടെന്നൊരു ആകർഷണ ശക്തി എന്നതുപോലെ ആ പള്ളിയിലുള്ള സകല ആളുകളും യേശുവിന്റെ മുഖത്തേക്ക് സാക്കൂതം നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഒരു പ്രവാചകനും തന്റെ സ്വന്തം നാട്ടിൽ, ജന്മനാട്ടിൽ അംഗീകാരമില്ല എന്ന് പറഞ്ഞ 3 കാര്യം എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, എലിയാവിന്റെ കാലത്ത് 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രയേൽ പല വിധവന്മാരുണ്ടായിരുന്നെങ്കിലും എന്ന് ഞാൻ യഥാർത്ഥമായി, എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കളേക്കല്ലാതെ അതിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല എന്ന് പറഞ്ഞാൽ ആവശ്യബോധമുള്ളവർക്കേ ലഭിക്കൂ. നിങ്ങളിത് കേട്ടപ്പോൾ നിവൃത്തിയായി, ഈ വചനം കേട്ടപ്പോൾ നിവൃത്തിയായി. പക്ഷെ എന്റെ ശുശ്രൂഷ ക്രിസ്തു എന്നുള്ള നിലയിൽ, മശിഹ എന്നുള്ള നിലയിൽ എന്റെ ശുശ്രൂഷ ആർക്കാവശ്യമുണ്ടോ അവർക്കേ ലഭിക്കൂ. ഇതാ കർത്താവ് പറഞ്ഞത്. അല്ലെ ഈ സരപ്തയിലെ വിധവയുടെ കാര്യം പറഞ്ഞത് അല്ലെ. അത് കഴിഞ്ഞ് എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധിയായില്ല. മറ്റ് ഈ ചില കാര്യങ്ങൾ കർത്താവ് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രീതി അങ്ങ് മാറി. അതുവരെ സാക്കൂതം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലായി, കർത്താവിൻ്റെത് ഈ പറഞ്ഞു വരുന്നേ. ആവശ്യമുള്ളവനെ എന്നെ ലഭിക്കൂ, എന്റെ ശുശ്രൂഷ ലഭിക്കൂ. അതാ കർത്താവ് പറഞ്ഞത്. ഇത് അവർക്ക് മനസ്സിലായി. പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയാമോ, പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. കോപം നിറഞ്ഞവരായി, ടു ബി ഫിൽഡ് വിത്ത് ആങ്കർ. നിറഞ്ഞവർ കണ്ടോ, നിറവ്. ഈ കോപം നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്നത് ആരാ? കോപമാ അല്ലേ? ദൈവകൃപയാൽ നമ്മളിങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഒന്ന് ചൂടാക്കി നോക്കണം, ഇപ്പൊ കാണാം, അറുകൊല തുള്ളുന്ന പോലെ തുള്ളും അല്ലേ? അന്നേരം നമ്മള് ഇത്തിരി നേരം വേറെ ദിവസം അങ്ങോട്ട് ഞാൻ മാറ്റി വെക്കാന്നും പറയും. അതും ദൈവകൃപയാൽ അതറിയാം, ഇത് വെച്ചോണ്ട് ചെയ്യരുതെന്ന്. അതുകൊണ്ട് കണ്ണെത്തുന്ന ദൂരത്തിൽ നിന്ന് വേറെ ദിവസം എടുത്ത് മാറ്റിക്കളയും. മാറ്റി വെച്ചിട്ട് പിന്നെ ചെയ്തു കൂട്ടുന്നതൊക്കെ കണ്ണും മൂക്കും ഇല്ലാത്ത പ്രവൃത്തിയായിരിക്കും അല്ലേ? നമ്മൾ തന്നെ കാശ് കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന TV ഒറ്റ വീട്ടിന് 2, അടുക്കളയിൽ നിന്ന് മിക്സി എടുത്ത് ഒറ്റയടി ഇൻസ്റ്റാൾമെന്റ് കൊടുത്ത് മേടിച്ചതാ. എന്താ പൊന്നെ, എത്ര ഇൻസ്റ്റാൾമെന്റ് കൊടുത്ത് മേടിച്ചതെന്നറിയാവോ? ആ സമയത്ത് ഇത് വല്ലതും ബോധമുണ്ട്, ഞാൻ കാശ് മുടക്കിയതാന്ന് വല്ലതും ബോധമുണ്ടോ? എന്റെ അധ്വാനത്തിന്റെ ഫലമായതെന്ന് ബോധ്യമുണ്ടോ? അലമാരിയുടെ കണ്ണാടിക്കട്ടോ ഒറ്റയടി. ഇനി അത് മാറി 3000 രൂപ വേറെ മുടക്കണേ. പക്ഷെ ആ സമയത്ത് ഇതൊന്നും ചിന്തിച്ചില്ല. ചിലർ കണ്ടിട്ടില്ലേ, കോപം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നെന്നറിയത്തില്ല. അല്ല, നമ്മൾ മോശമൊന്നും അല്ലായിരുന്നല്ലോ. കൃപയെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഒതുങ്ങിയത്, അത് വേറെ കാര്യം. അപ്പൊ കോപം നിറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നറിയാമോ? നമ്മളെ നിയന്ത്രിക്കുന്നത് എന്താ? കോപമാ. ബുദ്ധിയല്ല, ചിന്തയല്ല, വിവേകമല്ല. അതുകൊണ്ടാണ് കോപിച്ചാൽ പാപം ചെയ്യരുതെന്ന് പൗലോസ് എഫേസ്യർക്കെഴുതി എഴുതിയത്. പൗലോസിനും അറിയാം, കോപിച്ചു കഴിഞ്ഞാൽ എന്തും പറഞ്ഞു കളയും, ആരോടും എന്തും ചെയ്തു കളയും അല്ലേ? പിള്ളേരെ വേണേലും കാലിനും എടുത്ത് നിലത്തടിച്ചു കളയും. കഴിഞ്ഞിടയ്ക്കൊക്കെ കണ്ടില്ലേ സംഭവം? കൊച്ചിനെ പിടിച്ച് കാലിൽ നിലത്തടിച്ചു കളഞ്ഞു. കോപം വന്നതാ. എത്രയോ ആളുകൾ ഞങ്ങളീ പാസ്റ്റർമാരെന്നുള്ള നിലയ്ക്ക് എത്ര വീട്ടിൽ ചെന്ന് വിഷയം തീർക്കാൻ പോയിട്ടുണ്ടെന്ന് അറിയാവോ? ഇങ്ങനെ ഓരോ പണി ഒപ്പിച്ചു വെക്കും. അവസാനം പിന്നെ ഞങ്ങൾ ചെന്ന് ഇത് ഒതുക്കി തീർക്കേണ്ടി വരും. പറഞ്ഞ് ക്ഷമ പറയിപ്പിച്ച് പ്രാർത്ഥിച്ചൊക്കെ. അവിടെ ഞങ്ങൾക്കറിയാം ഇത് നന്നായിട്ട്. കോപം, കോപത്താൽ ഒരു വ്യക്തി നിറയപ്പെട്ടാൽ അവൻ
കോപത്താൽ നിയന്ത്രിക്കപ്പെടും. ഇത് യഹൂദനറിയാം, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തറിയാമോ? പള്ളിയിലുണ്ടായിരുന്നവർ ആദ്യം എല്ലാരും കണ്ടിങ്ങനെ യേശുവിന്റെ മുഖത്തൊന്നും ഇമപെട്ടാതെ യേശുവിനെ നോക്കിയിരിക്കുക. അതേ ആളുകൾ തന്നെ ഇപ്പം കോപം നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് യേശുവിനെ തള്ളിക്കൊണ്ട് പോകുക, ഒരു മലയുടെ മുകളിൽ ചെന്ന് തലകീടായി തള്ളിയിടാൻ. നോക്കണേ ആരെയാണല്ലോ അവര് ചിന്തിക്കുന്നുണ്ടോ? ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവനെ തള്ളിക്കൊണ്ട് പോവുക എവിടെ? മലയുടെ മുകളിൽ നിന്ന് തള്ളിയിടാൻ വേണ്ടി ഈ മരമണ്ടന്മാര് തള്ളിക്കൊണ്ട് പോവുക. അവിടെ വേറൊരു അത്ഭുതം കാണിച്ചു യേശു അവരുടെ നടുവിൽ കൂടെ നടന്നു പോയെന്നാണ് എഴുതിയത്. കൈയൊന്ന് പിഴച്ചേ, കർത്താവിന്റെ കാലൊന്ന് പിഴച്ചേ അഗാധ ഗർത്തത്തിലോട്ടാ പോകുന്നത്. അഗാധ ഗർത്തത്തിലോട്ട് പോകും. അതുവരെ അവര് തള്ളിക്കൊണ്ട് പോയെന്നാ നമ്മൾ വായിച്ചത്. കണ്ടോ? കോപം നിറഞ്ഞവരെ എഴുന്നേറ്റ് അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അപ്പൊ കോപം വന്നാൽ കോപത്താൽ നിയന്ത്രിക്കപ്പെടും. ആരോടാ എന്താ പറയുന്നതെന്നോ ചെയ്യുന്നതെന്നോ ചിന്തിക്കുകയല്ല. ഇതാ സംഭവിച്ചത്. കോപത്താൽ നിറയപ്പെടുക. കോപം നിറഞ്ഞവൻ കോപത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. അതാ ഇനിയും കാണിക്കാം. അടുത്തൊരു വാക്യം കൂടെ വായിച്ച് അപ്പോസ്തല പ്രവൃത്തി 13:45 നടത്തിയ അപ്പോസ്തല പ്രവൃത്തി 13:45 അവിടെ കിടപ്പുണ്ടെന്ന പവർ. അപ്പോസ്തല പ്രവൃത്തി 13:45. യഹൂദന്മാരോ പുരുഷാരത്തെ കൊണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് എന്നാ നിറഞ്ഞവരായി? അസൂയ നിറഞ്ഞവർ. കണ്ടോ? പ്ലരോ. നിങ്ങൾ കണ്ടല്ലോ അത്. പൗലോസും ബർന്നബാസും കൂടെ ഇങ്ങനെ ശുശ്രൂഷിച്ചു വരിക. അവരുടെ ശുശ്രൂഷയിൽ ധാരാളം ആളുകൾ മുൻപോട്ട് വരാൻ തുടങ്ങി. സഹോദരിമാരുടെ ഒരു നല്ല കൂട്ടം രക്ഷിക്കപ്പെട്ടു. ഇത് കണ്ടപ്പോഴത്തേക്ക് പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവൻ ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. അത്ര ആകർഷണീയമായിരുന്നു അവരുടെ പ്രസംഗം, അത്ര ബൗദ്ധികമായിരുന്നു, അത്ര കാര്യമാത്ര പ്രസക്തമായിരുന്നു അവരുടെ പ്രസംഗം. പട്ടണം മുഴുവൻ വന്നുകൂടി. യഹൂദന്മാരോ ഈ പുരുഷാരത്തെ കണ്ട്, ഈ ആളെല്ലാം കൂടെ കൂടിയത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് എന്ത് പറ്റി? അവര് അസൂയ നിറഞ്ഞു. അസൂയയാൽ നിറയപ്പെട്ടാൽ എന്താ ചെയ്യുന്നേ? അറിയാൻ മേലാത്ത പോലെ. നമ്മുടെയൊക്കെ ചില പാർട്ടികൾ അസൂയക്ക് കയ്യും കാലും വെച്ചോണ്ട് നടക്കുക. മുഴുവൻ അസൂയയാന്നേ, മുഴുവൻ അസൂയ. ഒരു നല്ല വാക്ക് ഒരാളോട് പറയുമോ? ഒരു നല്ല ഡ്രസ് ഇട്ടുണ്ട് എന്ന അസൂയ ഇല്ലേ? തുണി നന്നായിട്ട് തേച്ചോണ്ടി എന്ന അസൂയ. മക്കളെ ഒരുക്കി വൃത്തിയാക്കി കൊണ്ടിയെന്ന അസൂയ. നന്നായിട്ടൊരു പാട്ട് പാടിയ അസൂയ. നല്ലൊരു മെസ്സേജ് കൊടുത്ത അസൂയ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇടയ്ക്ക് പറയണത്തിന് ഇങ്ങനെ സത്യം പറഞ്ഞ അസൂയക്ക് 2 കൈയും കാലും കൊച്ചു കൊടുത്തിരിക്കുകയാണെന്ന് തോന്നും. നടന്നു വരുന്നത് അസൂയ, മൊത്തം അസൂയ, അകത്തി നടങ്ങുന്ന അസൂയ. അസൂയം കൂശുമ്പോ ഈ തമ്മിൽ ഇത്രേ ഉള്ളന്നേ. എന്നറിയാവോ? അങ്ങനെ എനിക്കില്ലാത്തതൊന്നും നിനക്ക് വേണ്ട, അതാ കാര്യം. എന്നെ കൊണ്ട് പറ്റാത്തതും എനിക്കില്ലാത്തതൊന്നും നിനക്കത്ര വേണ്ട. എന്റെ പൊന്നെ, ഈ ശുശ്രൂഷയിലൊക്കെ എപ്പോഴും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു വിഷയമായി ഇതൊക്കെ കേട്ടോ. എന്നിട്ട് സത്യം പറഞ്ഞ ഈ വല്ലയിടത്തും കവലയിലൊക്കെ പോയി നിന്ന് പ്രസംഗിക്കുന്നത് എനിക്കും സന്തോഷം.
ഒരു മാസയോഗത്തിനോ കൺവെൻഷനോ ഒക്കെ പോയി പ്രസംഗിച്ചാലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഫ്രണ്ടിൽ ഇരിക്കുന്ന ജനം പാവങ്ങൾ വന്ന് കൈയടിക്കുകയും അന്യഭാഷ പറയുകയും കൈപോക്കുകയും സ്വോത്രം പറയുകയും ഒക്കെ ചെയ്യും. ആ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരെണ്ണം അനങ്ങുമോ? ഒരു സ്വോത്രമെങ്കിലും പറയുമോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ അതുകൊണ്ട് ഈ സ്റ്റേജിൽ കയറി, അതിനി മാസയോഗത്തിനാണെങ്കിലും കൊള്ളാം, കൺവെൻഷൻ ആണെങ്കിലും കൊള്ളാം, ഈ സ്റ്റേജിൽ കയറി ഞാൻ പുറകോട്ട് തിരിയുകയില്ല. കാരണം നമ്മുടെ ഗ്യാസ് തീരും. ഈ ഇവനെയൊക്കെ കണ്ട് കൊത്തി വെച്ചതുപോലെ ഇങ്ങനെ എന്നിട്ടൊരു നോട്ടമുണ്ട്, പുരികമൊക്കെ ചുളിച്ചിട്ട് എന്നതാടാ ഇവൻ ഈ കാണിക്കുന്നെന്നും പറഞ്ഞ് ഒരു നോട്ടം ഒരു ഇരിപ്പും കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ വ്യാജനെ കണ്ടാൽ നമുക്ക് ഇത്രയും വിഷമം തോന്നുകയില്ല. ഞാൻ പറഞ്ഞത് ശുശ്രൂഷ ഞങ്ങൾ ഇതൊക്കെ ഒത്തിരി അനുഭവിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. 10 മിനിറ്റേ തന്നുള്ളൂ. നമ്മളൊരു 10 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ ഒന്നിനും ആർക്കും നമുക്ക് ഒരു അഹങ്കാരത്തിനുമല്ല പ്രാർത്ഥിച്ചൊരു ദൂത് വാങ്ങിച്ച് അത് വെച്ചിരുന്ന് പഠിക്കും. തിരിച്ചും മറിച്ചും തിരിച്ചും എല്ലാം നോക്കി പഠിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി എന്നിട്ട് നിന്ന് മാസയോഗം അല്ല എന്നും കണ്ട് നമ്മള് 10 ജനം കൂടി വന്നിട്ടുണ്ട്, ജനം ഇങ്ങനെ വന്നിരിക്കുകയല്ലേ, അവർക്കൊരാശ്വാസത്തിനും ഒരു സന്തോഷത്തിനും നമ്മള് ജനം കൈയടിക്കുന്നു, അല്ലെറിയ പറയുന്നു, അന്യഭാഷ പറയുന്നു, തുള്ളുന്നു. സ്റ്റേജിലോട്ട് നോക്കിയാൽ ആ ഒറ്റ നോട്ടം കൊണ്ട് നമ്മുടെ ഗ്യാസ് തീരും. പിന്നൊന്നും പറയാൻ അങ്ങോട്ട് പറഞ്ഞു വന്ന നിലയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് നിങ്ങളെക്കാൾ കൂടുതൽ അസൂയ അനുഭവിക്കുന്നത് ഞങ്ങൾ. അതുകൊണ്ടായി പറയുന്നത്. ഒത്തിരി ഭാരം അനുഭവിച്ചിട്ടുള്ളവനാ ഞാൻ. ഒത്തിരി ക്ലാസ് എടുത്താലും കൊള്ളാം, പ്രസംഗിച്ചാലും കൊള്ളാം. ഈ ഒരു കാഴ്ച ഞാനത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലയിടത്തൊക്കെ തുറന്നും കാണിക്കും. ഞാൻ പറയും, അല്ലാതെ ഇപ്പൊ എന്നെ ചെയ്യാൻ. എന്നാ എഴുന്നേൽപ്പിച്ച് നിർത്തിയാവും. ചൊവ്വ നേരെ ഒരു 2 വാക്ക് പറയാൻ പോലും അറിയത്തില്ല. വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ പോലും ഒന്നും അകരാതി തെറ്റിക്കാതെ പറയാൻ അറിയത്തില്ലാത്ത പാർട്ടികളാണ് മറ്റുള്ളവന്റെ പ്രസംഗത്തിന് ഉശുമ്പ് കുത്തുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഏതൊരു ശുശ്രൂഷയിലും ഏതൊരു കർമ്മത്തിലും അസൂയാലുക്കളുണ്ട്. അത് പ്രത്യേകിച്ചും ആത്മീയ വേദികളിൽ കൂടുതലാണ്. ഞാന് ചിലടത്ത് നിങ്ങൾ ക്ഷമിക്കണേ, ചിലടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് ഈ പഠിപ്പിച്ചുകൊണ്ടിരുന്നിടത്തു നിന്നാണ്, ഞാനൊരു അധ്യാപകനായിരുന്നു. അവിടുന്നാണ് കർത്താവിന്റെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് കേട്ടോ, സ്വകാര്യമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ വിവാഹം കഴിക്കുന്ന അങ്ങനെ എൻ്റെ ഒരു ടീച്ചറെ തന്നെയാണ്. അന്ന് അവള് ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു. അവിടുന്നാണ് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയത്. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോ ആ വർഷം തന്നെ ദൈവം അവളെ ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോഷൻ കൊടുത്തു. അവസാനം അവിടെ ഏതാണ്ട് 13-14 വർഷത്തോളം പ്രിൻസിപ്പലായി തന്നെ ഇരുന്നേച്ച വിരമിച്ച് റിട്ടയർ ചെയ്ത്. ഞങ്ങളീ പഠിപ്പിക്കുന്നിടത്തേ നമ്മുടെ അതേ ഏതാണ്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണല്ലോ അധ്യാപകരൊക്കെ, മറ്റുള്ള അധ്യാപകരെ. അവരിനി അല്പത്തരം കാണിച്ചാലും ആ PG കാരന്റെ അല്പത്തരമല്ലേ കാണിക്കുള്ളൂ. പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലേ? ഒരു MA കാരൻ അല്പത്തരം കാണിച്ചാൽ MA കാരന്റെ അല്പത്തരമല്ലേ കാണിക്കുള്ളൂ അല്ലേ? ഏതാണ്ട് എല്ലാവരും തത്തുല്യല്ലേ? നിങ്ങൾ നോക്കിയ ജോലി സ്ഥലത്തൊക്കെ അങ്ങനെ ഒരേ വിദ്യാഭ്യാസ നിലവാരമുള്ളവരൊക്കെ ആയതുകൊണ്ട് അതവിടെയൊക്കെ കുറച്ചൊക്കെ കുറവുണ്ട്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നിടത്ത് അനുഭവിച്ചിട്ടില്ല, നല്ല ഉണ്ട്. പക്ഷേ തമ്മിൽ ഭേദമായിരുന്നു. പക്ഷേ പെന്തിക്കോസ്ത് ലോകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, പാസ്റ്റർമാരെന്ന് പറയുമ്പോഴത്തേക്ക് കൂലിപ്പണിക്കാരനും ഉണ്ട്, വണ്ടിയെ കണ്ടക്ടറായിട്ട് നടന്നവനുമുണ്ട്, കല്ല് വെട്ടിക്കൊണ്ട് നടന്നവനുമുണ്ട്, MA കാരനും ഉണ്ട് അല്ലേ? എല്ലാത്തരം അത്ഭുതങ്ങൾ പറക്കുന്ന ലോകമാണ് ഈ ആത്മീയ ലോകം. എന്റെ പൊന്നെ, നിൽക്കാൻ പറ്റില്ല കേട്ടോ. ശരിയാ, എനിക്കിപ്പോഴും ഒത്തുപോകാൻ വലിയ പാടാണ്. പലരുടെ അല്പത്തരമൊക്കെ കണ്ട് നമ്മൾ മനസ്സ് മടിച്ചു പോകും. എന്തിനാ ഇതൊക്കെ? എന്തിനാ? അസൂയ പൂണ്ട് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യുന്നറിയാമോ? നമുക്ക് കിട്ടേണ്ട വേദികൾ കൂടെ, നമുക്ക് കിട്ടേണ്ട ശുശ്രൂഷയും കൂടെ എന്ത് ചെയ്യും? നമ്മളെ ഒരാൾ മീറ്റിങ്ങിന് വിളിച്ചു എന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ? ഇവിടുന്ന് ഫോൺ ചെയ്യും. അവിടെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടോ? ഇന്നയാളെയാണോ വിളിച്ചിരിക്കുന്നത്?
ഉള്ളി അത്ര ചൂടുള്ളവനൊന്നും അല്ല കേട്ടോ. അതിൽ നല്ലത് വേറെ വല്ലവരും വിളിച്ചുകൂടെ നിങ്ങക്ക്? ഞാൻ വേറെ നമ്പർ തരാം. അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുക. അസൂയയാൽ നിറയപ്പെട്ടാൽ എന്ത് ചെയ്യും? അസൂയയാൽ നിയന്ത്രിക്കപ്പെടും. ഇതൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഒത്തിരി ഭാരം തോന്നിയിട്ടുണ്ടേ. ഇനിയിപ്പോ എന്നാ തോന്നാനാ? വയസ്സ് 65 ഇനിയിപ്പോ തോന്നിയാലും വലിയ കാര്യമൊന്നുമില്ല. ഇതുവരെയൊക്കെ കർത്താവിന്റെ വേല ചെയ്തു, കൂടി നടന്നു. അപ്പൊ ഇനിയിപ്പോ ഇതൊന്നും ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാറില്ല. ഇതൊന്നും ശ്രദ്ധിക്കുക പോലും ഇല്ല. നമ്മളെ ഏൽപ്പിക്കുന്നത് ചെയ്യുക, സ്ഥലം വിടുക, പോരുക, അത്രയേ ഉള്ളൂ. ഇപ്പോ അസൂയയാൽ നിറയപ്പെട്ടാൽ അസൂയയാൽ നിയന്ത്രിക്കപ്പെടും. ഇല്ലേ? കുശുമ്പ കണ്ടിട്ടില്ലേ? നല്ലൊരു തുണി ഇട്ടോണ്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താ കുശുമ്പ. എന്നിട്ട് ഒരു നുള്ള്, എന്തിനെ കോടി നുള്ളുക എന്നാ പറയുന്ന, പക്ഷെ ആ നുള്ളിയുടെ മൊത്തം പറിച്ചെടുത്ത് കളയും. അല്ലേ? കോടി നുള്ളു. ചിലർ കോടി. ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടാക്കും. നിങ്ങളുടെ അവിടെ ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഈ കോടി ഇട്ടോണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കോടി നുള്ളുക. പുതിയതാണല്ലേ? പുതിയതല്ലേ? എന്നായി? എത്രയായി? പക്ഷെ ആ ഒരൊറ്റ നുള്ളലുണ്ടല്ലോ, ഒരു ദേശത്തെ തൊലി മുഴുവൻ പറിച്ചോണ്ട് പൊക്കളയും. കുശുമ്പാണ്. അസൂയയാൽ നിറയപ്പെട്ടാൽ അസൂയയാൽ നിയന്ത്രിക്കപ്പെടും. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ആളുകൂടി പ്രസംഗം കേൾക്കാൻ ആളുകൂടി. അതാ വിഷയം. അല്ലാതെ ഈ പ്രസംഗം മോശമായിട്ടോ ഇവര് പറഞ്ഞത് അംഗീകരിക്കാൻ വിചാരിച്ചിട്ടോ ഒന്നും അല്ല. അത് തെറ്റായിട്ടോ അല്ല. അസൂയ നിറഞ്ഞവരായി അവർ പൗലോസിനോടും ബർന്നബാസിനോടും എതിർത്തു നിന്നു. കണ്ട? അസൂയയാൽ നിറയപ്പെട്ടാൽ അസൂയയാൽ നിയന്ത്രിക്കപ്പെടും. രണ്ടാമത്തെ അർത്ഥമാണ് നിങ്ങൾ പറയുന്നത് കേട്ടോ. മൂന്നാമതൊരെണ്ണം കൂടെ എടുത്തിട്ട് നമുക്ക് ആ ഭാഗം ഞാൻ കൊണ്ടുവരാം. ഇനി നമ്മൾ വായിച്ച വാക്യം തന്നെ വന്നാൽ മതി. എഫേസ്യ ലേഖനം 5:18 നിങ്ങൾ വായിച്ചപ്പോഴേ തന്നെ ഞാനത് കമന്റ് ചെയ്തിരുന്നു. ഞാനത് പിന്നെ വരാമെന്ന്. അവിടെ കിടപ്പുണ്ട്. അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. മുമ്പത്തെ കൂടെ വായിച്ചേ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. കറക്റ്റ്. വീഞ്ഞിനാൽ നിറയപ്പെട്ടെന്ന് വെച്ചു. കോപം നിറഞ്ഞാൽ കോപത്താൽ നിയന്ത്രിക്കപ്പെടും. അസൂയയാൽ നിറഞ്ഞാൽ അസൂയയാൽ നിയന്ത്രിക്കപ്പെടും. കള്ളു കുടിച്ചു നിറഞ്ഞാലോ പിന്നെ ആരാ നിയന്ത്രിക്കുന്നത്? കള്ള. ഇത്രയേ ഉള്ളൂ സംഭവം. അതിനാ പൗലോസ് ഇത് ആദ്യം ചേർത്ത് പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ അന്ന് ഇത് വായിച്ചപ്പോഴത്തേക്ക് അത് മടിച്ചു വായിക്കാൻ. പെന്തിക്കോസുകാരോട് എന്തിനാ കള്ളു കുടിക്കുന്ന കാര്യം പറഞ്ഞെന്ന് ഇല്ലേ? അതിനർത്ഥമുണ്ടെന്നേ. അതിനർത്ഥമുണ്ട്. ഇതാ പൗലോസ് കൊണ്ട് സ്ഥാപിച്ചത്. വീഞ്ഞിനാൽ നിറയപ്പെട്ടാൽ വീഞ്ഞിനാൽ നിയന്ത്രിക്കപ്പെട്ടിട്ട് ദുർനടപ്പുണ്ടാകും. കണ്ടിട്ടില്ലേ? ചിലര് കുടിച്ച് മൂക്കറ്റം കുടിച്ച് മൂക്ക് പിഴിഞ്ഞാൽ മുന്നാഴി കള്ളിറങ്ങി വരുന്ന പോലെ അങ്ങ് കുടിക്കും. ഊസാവും അല്ലേ? എന്നിട്ട് പിന്നെ കാണിക്കുന്ന പണി കണ്ടിട്ടുണ്ടോ? തൊള്ളി കള്ളകത്ത് ചെന്ന് കഴിഞ്ഞാൽ അരയിലിരിക്കുന്നത് അഴിച്ച് തലയിൽ അങ്ങ് കിട്ടും. പുള്ളിക്ക് അരയേക്കാൾ നാണക്കേട് ഇപ്പൊ തലയാരും കാണരുതെന്ന. എനിക്ക് അതിന്റെ മനഃശാസ്ത്രം ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താ സാറേ അങ്ങനെ? തൊള്ളി അകത്ത് ചെന്ന് കഴിഞ്ഞുകൊണ്ട് അരയിലിരിക്കുന്നത് പറിച്ച് തലയിൽ അങ്ങ് കെട്ടും. പുള്ളിക്ക് അപ്പൊ അരയേക്കാൾ നാണക്കേട് ആരും കാണരുതെന്നുള്ളത്. ലജ്ജ വെളിവാകാതിരിക്കാൻ ഈ അരയിൽ കൊടുത്തോണ്ടാണ്. പുള്ളിക്ക് പിന്നെ അരയൊന്നും വിഷയമല്ല, ആരേലും കാണട്ടെന്നായി. തലയാരും കാണല്ല, അത് നിർബന്ധമുണ്ട്. അതിന് തലയ്ക്ക് ചുറ്റും കിട്ടിയ കണ്ട ചിലർ കളിക്കുന്ന കളി കണ്ടിട്ടുണ്ടോ? കുടിച്ചേച്ച് കിടന്ന് വഴി കടന്ന് കളിക്കുന്ന കണ്ടിട്ടില്ലേ? വഴിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ?
ഇതൊരു കോമാളിത്തമാണ്. കാരണം എന്നാ അറിയാമോ, അവരെ പിന്നെ സുബോധമോ ധാർമ്മിക ബോധമോ സംസ്കാരമോ ഒന്നും അല്ല നിയന്ത്രിക്കുന്നത്. അവരെ നിയന്ത്രിക്കുന്നത് എന്നതാ, ഒരാളുടെ സംസ്കാരം അറിയണമെങ്കിൽ ഒറ്റ പണി ചെയ്താൽ മതി, കള്ള് വാങ്ങിച്ചു കൊടുത്താൽ മതി. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ തനി സ്വഭാവം വെളിപ്പെടുന്നത് എപ്പോഴാണെന്നറിയാവോ? 3 സമയത്തായി തനി സ്വഭാവം വെളിപ്പെടുന്നത്. ഞാനത് സഭയെ പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ച് പഠിച്ചതാ കേട്ടോ. ഈ 3 സന്ദർഭങ്ങളിൽ ഒരുത്തന്റെ തനി സ്വരൂപം വെളിപ്പെട്ടു വരും. 1, ഒരാൾക്ക് വേദന എടുക്കുമ്പോ, ഒന്ന് മേല് വേദനിക്കട്ടെ, അന്നേരം കാണാം അവൻ ആരാന്ന് ഇല്ലേ. ഇഞ്ചക്ഷൻ എടുക്കാൻ ആശുപത്രി ചെന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരുന്ന നഴ്സിന്റെ കരണക്കുറ്റി പോച്ച് വിട്ട പാർട്ടികളുണ്ട് നമ്മുടെ ഇടയിൽ. വേദനിച്ചെന്ന് വേദനിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വിളിക്കുന്ന വാക്കും പറയുന്ന വാക്കും ഒന്ന് ശ്രദ്ധിച്ച് എല്ലാ സംസ്കാരവും അതിന്റെ കൂട്ടത്തിങ് പോകും ഇല്ലേ. ഉള്ള സംസ്കാരം ഒരു വേദനിച്ച് കഴിഞ്ഞാൽ. 2, ദുഃഖം വരുമ്പോ, വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചെന്ന് വെച്ചു, കാട്ടിക്കൂട്ടുന്ന വെപ്രാളം കണ്ടിട്ടുണ്ടോ? ഇത് ഞങ്ങളാ കൂടുതൽ കണ്ടിട്ടുള്ളത്. കാരണം സഭയിലൊരു മരണം നടന്ന ആദ്യം അവിടെ ചെല്ലേണ്ടത് ആരാ? ആദ്യം ചെന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വീട്ടിലൊരു അച്ഛൻ മരിച്ചു കേട്ടോ. 90 വയസ്സായപ്പോഴാ പുള്ളി മരിച്ചത്. 90 വയസ്സിലാ മരിക്കുന്നത്. മരിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് പിള്ളേരെ കൂടിയിരുന്ന് സമയാമാന്തരം പാടിയപ്പോഴത്തേക്ക് പുള്ളിയുടെ 2-3 പെൺപിള്ളേരുണ്ടായിരുന്നു. ചാടി ഒന്ന് എഴുന്നേറ്റ് ഞങ്ങളുടെ വീട്ടിൽ പാട്ട് പാടേണ്ടത് പറഞ്ഞു. അയാൾ ജീവനോടെ നടന്നപ്പം ജൂവലരെ വെള്ളം കൊടുത്തിട്ടുള്ള പാട്ടുകളല്ല ഈ പെൺപിള്ളേര്. ഈ പെൺപിള്ളേരെ ജൂവലരെ വെള്ളം കൊടുത്ത്, എന്റെ സഭയിൽ നടന്ന കാര്യം പറഞ്ഞേ. പാട്ട് പാടുന്നവരുടെ അടുക്ക ചെന്ന് ചൂടായി, ഞങ്ങളുടെ വീട്ടിൽ ഈ പാട്ട് പാടാൻ പാടില്ല, ഞങ്ങളുടെ ചാച്ചൻ മരിച്ചിട്ടില്ല. ഭയങ്കര ബഹളം ഉണ്ടായിക്കളഞ്ഞു. ഞാൻ ചെന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഇതിവിടെ പാടണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പിള്ളേരോട് പറഞ്ഞു, നിങ്ങളെ ആത്മീയഗീതം എടുത്ത് ഏതെങ്കിലും പാട്ട് പാടിക്കൊള്ളാൻ പറഞ്ഞു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്ക പാടിക്കൊള്ളാൻ പറഞ്ഞു. അല്ല പിന്നെ എന്താ പാടുന്നത്? മരണ വീട്ടിൽ അവസാനം പരസ്യോത്തിന്റെ പാട്ടായിപ്പോയി. അയാൾ മറ്റത് പാടാൻ സമ്മതിക്കുകയല്ല. ഏതാ സമയം മറ്റൊന്നും പാടാൻ സമ്മതിക്കുകയല്ല. ദുഃഖം വരുമ്പോ അവന്റെ ഉള്ള സ്വഭാവം വെളിപ്പെട്ടു വരും. 3ാമത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ കള്ളു കൊടുക്കുമ്പോഴാണ്. ഒറിജിനൽ കൾച്ചർ. ഒരിക്കൽ ഞാനങ്ങ് ചിരിച്ചു പോയെന്നാ അറിയോ, ഒരച്ചാരെ കള്ളും കുടിച്ചു വന്നങ്ങ് ഭയങ്കര തെറിവിളിയാണേ. അമ്മാമ്മ ഉടനെ ഒരു കൈലിമുണ്ട് കൊടുത്തോണ്ട് പറയണൊക്കെ, ഇങ്ങോട്ട് വാ മനുഷ്യ, ഈ പാൻസ് ഊരി തന്നേച്ച് ഈ കൈലി കൊടുത്തോണ്ട് തെറി വിളിച്ചോളാം. പാൻസ് ഇട്ടോണ്ട് തെറി വിളിക്കുക എന്ന്. എടാ, അത് മാന്യന്മാരുടെ വേഷമല്ല ഈ പാൻസ്. അമ്മാമ്മ ചെന്ന് കുടിക്കുന്ന അച്ചാനെ പിടിച്ചു വലിക്കുകയായി, ഇങ്ങോട്ട് വാ മനുഷ്യ, ആ പാൻസ് ഊരി തന്നേച്ച് ഈ കൈലി കൊടുത്തോണ്ട് തെറി വിളിച്ചോളാം. ചിരിച്ചുപോയി കണ്ടപ്പോ. ആ നല്ല പാൻറ്റിനെയും കൂടെ നിങ്ങൾ വഷളാക്കാതെ ഇത് വല്ല കൊടുത്തോണ്ടാക്കി കൈലിയോ ഇത്രയും വേഷമെല്ലാം ഇട്ടോണ്ട് ഒരുത്തന്റെ കൾച്ചർ. അപ്പൊ പാൻറ് വിട്ട് നടന്നു വരുന്നത് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോ മാന്യൻ. കള്ള കത്തി എന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്ത്? അതാ വീഞ്ഞു കുടിച്ച് മന്ത്രാകരുത്. അതാ പൗലോസ് പറഞ്ഞത്. വീഞ്ഞിനാൽ നിറയപ്പെട്ടാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നത് ഏതിനാലാ? അതാ വേദപുസ്തകത്തിന്റെ അർത്ഥം. 2 അർത്ഥം ഞാൻ പറഞ്ഞു. 1, നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ സജ്ജരാകുക അല്ലെങ്കിൽ യോഗ്യരാകുക. 2ാമത്തെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്, നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കപ്പെടുക. അതുകൊണ്ട് വീഞ്ഞിനാൽ നിറയപ്പെട്ടാൽ, വീഞ്ഞിനാൽ നിയന്ത്രിക്കപ്പെട്ടിട്ട് ദുർനടപ്പുണ്ടാകും.
അതുകൊണ്ട് പൗലോസ് പറയുക, നിങ്ങൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. ആത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നിയന്ത്രിക്കപ്പെടുന്ന ഏതിനാലായിരിക്കും? ചിലരുടെ നടപ്പ് കാണുമ്പോൾ ഓർത്തോളം കേട്ടോ, ആത്മനിറവില്ലാഞ്ഞിട്ടാ. ആത്മനിറവുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? പരിശുദ്ധാത്മാവായിരിക്കും. അവരുടെ നടപ്പും അവരുടെ വാക്കും അവരുടെ ഭാഷണവും അവരുടെ ചലനവും നമുക്ക് കണ്ടാൽ അറിയാം ആ വ്യക്തി പരിശുദ്ധാത്മാവിനാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രലോഭനങ്ങളൊന്നും ഉണ്ടാകുകയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ കേട്ടോ. കർത്താവ് പോലും പ്രയോഗിക്കപ്പെട്ടില്ലേ, അല്ലെ? പരീക്ഷിക്കുക. കർത്താവ് പോലും പരീക്ഷയിലാകപ്പെട്ടില്ലേ? അപ്പൊ പരീക്ഷകളൊക്കെ ഉണ്ടാകാം കേട്ടോ. പക്ഷേ ആത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുന്നെങ്കിൽ പ്രലോഭനങ്ങളിൽ നമ്മൾ വീഴുകയില്ല, പരീക്ഷകളിൽ നമ്മൾ വീഴുകയില്ല. ജയിക്കാൻ ദൈവം കൃപ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജയകരമായൊരു ക്രിസ്തീയ ജീവിതം ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവമക്കളെ ആത്മനിറവ് പ്രാപിച്ചിരിക്കണം. ആത്മാവാണ് ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഒരിക്കലും ആ വ്യക്തിക്ക് ഒരു പരാജയം സംഭവിക്കുകയില്ല. അതുകൊണ്ട് ആപത്ത് വരികയല്ലെന്നോ അപകടം വരികയല്ലെന്നോ വേദന ഉണ്ടാകുകയല്ലെന്നോ സൂക്കേട് വരികയല്ലെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ആത്യന്തിക ജയം ആർക്കായിരിക്കും? പരാജയം വന്നേക്കാം കേട്ടോ. ആത്മാവില്ലാൻ നടത്തപ്പെട്ടവർക്ക് പരാജയം വന്നിട്ടുണ്ട്. പക്ഷെ ആ പരാജയവും ദൈവം എന്താക്കി മാറ്റും? ജയമാക്കി മാറ്റും. പൗലോസിന്റെ ജീവിതത്തിൽ ഉടനീളം പൗലോസ് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഞാൻ ആസയ്ക്ക് പോകാൻ ഇറങ്ങിയതാ, പക്ഷേ ആത്മാവെന്നെ തടഞ്ഞു. മക്കോനിയിലേക്ക് പറഞ്ഞയച്ചു. എന്താ? നിയന്ത്രിക്കപ്പെടുക, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. അപ്പൊ ചെയ്യാൻ ചില കാര്യങ്ങൾ അനുവദിച്ചു കൊടുത്തതും ചിലത് ചെയ്യരുതെന്ന് വിലക്കിയതും ആരാ? പരിശുദ്ധാത്മാവ്. പൗലോസിന്റെ ഒരു പ്രവാചകൻ വന്നിട്ട് പൗലോസിന്റെ രണ്ടാം മുണ്ടെടുത്ത് അവന്റെ കയ്യിൽ കെട്ടിയിട്ട് പറഞ്ഞു, ഇതാരുടേതാണോ ആ വ്യക്തി ഇങ്ങനെ ബന്ധിക്കപ്പെടാൻ പോവുക, അതുകൊണ്ട് നീ യെരൂശലേമിലേക്ക് പോരുതെന്ന് പറഞ്ഞു. നീ പോകരുത്, നീ അവിടെ ചെന്നാൽ, യെരൂശലേമിൽ ചെന്നാൽ നീ ബന്ധിക്കപ്പെടും. ഈ ഉത്തരീയത്തിന്റെ ഈ രണ്ടാം മുണ്ടിന്റെ ആ ഉടമസ്ഥൻ ഇതുപോലെ ബന്ധിക്കപ്പെടും. വിശ്വാസികൾ മൊത്തം നിലവിളിച്ചു പറഞ്ഞു, പൗലോസേ പോകരുതേ. പൗലോസ് പറഞ്ഞു, നിങ്ങളിങ്ങനെ കരഞ്ഞെന്റെ മനസ്സിനെ കലക്കുന്നത് എന്തിനാ? ആത്മാവ് പട്ടണം തോറും തെളിവായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണ്ടി ബന്ധനങ്ങളും കഷ്ടങ്ങളും കാത്തിരിക്കുക. മനസ്സിലായോ? ഒരു ഈയാമ്പാറ്റ തീരേക്ക് ഓടിച്ചെന്ന് ആത്മാഹുതി ചെയ്യുന്നത് പോലെ പലരും മുൻകൂട്ടി പറഞ്ഞിട്ട് പോലും അവനത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അവര് പറഞ്ഞതും ആത്മാവില, അഗബോസ് പറഞ്ഞതും ആത്മാവില. പക്ഷേ അഗബോസിനെ കൊണ്ട് പറയിപ്പിച്ച അതേ ആത്മാവ് പൗലോസിനോട് പറഞ്ഞു, നീ ബന്ധിക്കപ്പെടാൻ പോവുക, ബന്ധനങ്ങളും കഷ്ടങ്ങളും നിനക്കൊണ്ടുവന്നത്. നീ ബന്ധിക്കപ്പെടുന്നതിന് കാര്യമുണ്ട്. എന്തെന്നറിയാമോ? വേദപുസ്തകത്തിലെ 3-4 ലേഖനം പുറത്തു വന്നില്ലേ? ഇല്ലേ? അന്ന് അഗബോസ് പറയുന്നത് കേട്ട് ശരി എന്നാ ഞാൻ പോകുന്നില്ലെന്ന് വെച്ച് പൗലോസ് പോയില്ലായിരുന്നെങ്കിൽ ഇല്ലേ, ഗലാത്യർ, എഫേസ്യർ, ഫിലിപ്പിയർ, ഫിലേമോൻ, ഈ 4 ലേഖനം നമുക്ക് കിട്ടാതെ പോയേനെ. ദൈവങ്ങളെ, ഇതാ വിഷയം. ആത്മാവിനാൽ നിറഞ്ഞ് നാം യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ
പരാജയങ്ങൾ വരികയില്ലെന്ന് പറഞ്ഞില്ല, തോൽവികൾ വരികയില്ലെന്ന് പറഞ്ഞില്ല, വീഴ്ചകൾ വരികയില്ലെന്ന് പറഞ്ഞില്ല, സൂക്കേട് വരികയില്ലെന്ന് പറഞ്ഞില്ല, വേദനകൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ ആ വീഴ്ചകൾക്കും വേദനകൾക്കും കഷ്ടതകൾക്കും പോലും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഈ ആത്മനിറവിന്റെ അനുഭവത്തിലേക്ക് വരിക എന്നത്. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. To be controlled by the Spirit. To be filled with the Spirit means to be controlled by the Spirit. ആത്മാവിൽ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. ആത്മനിയന്ത്രിത ജീവിതം, സ്പിരിറ്റ് ഫിൽഡ് ലൈഫ്. ആത്മനിയന്ത്രിത ജീവിതം, ആത്മനിറവിൻ ജീവിതം. അതാണ് ആത്മീയന്റെ പ്രത്യേകത. നമ്മൾ ഈ കൊരിന്ത്യർ ലേഖനത്തില് നിങ്ങൾ വായിക്കുന്ന, നിങ്ങൾ മനസ്സിലാക്കുന്ന 3 തരം ആളുകളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ? കൊരിന്ത്യർ ലേഖനത്തിൽ 3 തരം ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 2:14 എന്ന് വായിക്കാമോ? 2:14. 1 കൊരിന്ത്യർ 2:14. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, ദോഷമാകുന്നു. അവിടെ ഒരു മനുഷ്യന്റെ കാര്യം മതി. അവിടെ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാ മനുഷ്യനാ? പ്രാകൃത മനുഷ്യൻ. നമ്മൾ ഈ പ്രാകൃത മനുഷ്യൻ എന്ന് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർത്താൻ അറിയോ, മുടിയൊന്നും വെട്ടാതെ, മുടി ചീകാതെ, ഷേവിങ് ചെയ്യാതെ, പല്ലും തേക്കാതെ, തുണി നനയ്ക്കാതെ നടക്കുന്ന ഒരാളെയാണ് നമ്മള് പ്രാകൃത മനുഷ്യൻ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർക്കുന്നത്. പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ, സ്വാഭാവിക മനുഷ്യൻ കേട്ടോ. അല്ലെങ്കിൽ ലൗകികൻ. പ്രകൃതി എന്ന് പറഞ്ഞ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്നതാ? നേച്ചർ. ഞാൻ പറയാണ് അത് അയാളുടെ നേച്ചറാ എന്ന് പറഞ്ഞ എന്നതാ? നിങ്ങൾ പറയാ, അയ്യോ ആ മനുഷ്യൻ എന്നോട് ചൂടായി, എന്നോട് ദേഷ്യപ്പെട്ടു, ഞാനാണ് പറയാ സാരമില്ലെന്നേ പോട്ടെ, അത് അയാളുടെ പ്രകൃതിയാ എന്ന് പറഞ്ഞാൽ എന്നതാ അർത്ഥം? ഈ പ്രകൃതിയാണെന്നാണ്, ഭൂമി ലോകത്തിന്റെ പ്രകൃതിയാണെന്നാണ് അർത്ഥം. സ്വഭാവം, നേച്ചർ അല്ലെ? ആ പദവാ കേട്ടോ, നാച്ചുറൽ മാൻ. അത് ഗ്രീക്കിലെ സൂക്കിക്കോസ് എന്നൊരു പദമാണ്. സൂക്കിക്കോസ് എന്നുള്ള നമ്മളെ പ്രാകൃത മനുഷ്യൻ മലയാളത്തിൽ എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. സൂക്കിക്കോസ് PSU ആണ്. PSUCHIKOS PSU ആണ്. സൂക്കിക്കോസ് സൂഖേ. ഗ്രീക്കിൽ സൂഖെ എന്ന് പറഞ്ഞ അർത്ഥം സോൾ എന്നാണ്. സൂഖെ എന്ന് പറഞ്ഞ സോൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാണൻ, ദേഹി, മനസ്സ് എന്നൊക്കെ അർത്ഥമുള്ള ഒരു പദമാണ് ഈ സൂഖെ. ആ പദത്തിൽ നിന്നാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പദം വന്നിട്ടുണ്ട്, സൈക്കോളജി എന്ന് കേട്ടിട്ടുണ്ടാ? സൈക്കോളജി കേട്ടിട്ടില്ലേ? അത് ഇതിൽ നിന്നുണ്ടായതാ. സൂഖെ, ഗ്രീക്കിൽ സൂഖെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ലേ, പ്രാണൻ എന്ന് പറയാം, നമ്മുടെ വേദപുസ്തക ഭാഷയിൽ ദേഹി എന്ന് പറയാം. പഴയ നിയമത്തിൽ കൂടുതൽ പ്രാണൻ ഉപയോഗിച്ചിരിക്കുന്നത്, പുതിയ നിയമത്തിൽ കൂടുതൽ നമ്മൾ ദേഹി അല്ലേ? അതിനെ മനസ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സ് എന്താ? ഈ സത്യം പറഞ്ഞ ഒരു മനുഷ്യന് 3 ഘടകം ഉണ്ടെന്നല്ലേ എഴുതിയിരിക്കുന്നത്, വേദപുസ്തകം എഴുതിയിരിക്കുന്നത്? ദേഹം, ദേഹി, ആത്മാവ്. അത് ദേഹിയായത്. ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ ഇരിപ്പിടം, ദ സീറ്റ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവൻ ഇരിക്കുന്നത് ദേഹിയിലാണ്, ജീവന്റെ ഇരിപ്പിടം അവിടെയാണ്. അപ്പൊ ജീവനുള്ളത് കൊണ്ടാണ് ഓർമ്മ, ബുദ്ധി, ചിന്ത, വികാരം ഇതൊക്കെ ഇരിക്കുന്നത് എവിടെയാണെന്നറിയാവോ? നമ്മുടെ ദേഹിയില കേട്ടോ. ഇനി അബദ്ധം പറ്റരുത് കേട്ടോ. അത് ആത്മാവിലല്ല ഇരിക്കുന്നത്. നമ്മുടെ ഓർമ്മ, ചിന്ത, വികാരങ്ങൾ
ഇച്ഛ, ഇതെല്ലാം ഇരിക്കുന്ന നമ്മൾ തീരുമാനമെടുക്കുന്നത് എവിടെ കൊണ്ടാ? മനസ്സുകൊണ്ടാ, അല്ലേ? മനസ്സിലല്ലേ വികാരങ്ങൾ ഉണ്ടാകുന്നേ, അല്ലേ? മനസ്സില്ലാത്തവൻ എന്നാ വികാരം ഉണ്ടാകാൻ? അപ്പൊ മനസ്സിലാണ് എന്ന് പറഞ്ഞാൽ ചിരി, കരച്ചില്, സന്തോഷം, സന്താപം, ദുഃഖം, ഇതൊക്കെ വരുന്നത് മനസ്സിലല്ലേ? നമ്മുടെ ബൈബിൾ പറഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു വേദന, മനസ്സിലൊരു പ്രയാസം. എന്നെ മനസ്സ് വലിയ സന്തോഷമാണ് കേട്ടോ. അല്ല, അപ്പൊ ഈ ചിന്ത, ബുദ്ധി, വികാരം, ജീവൻ, ഇതൊക്കെ ഇരിക്കുന്നത് ഇച്ഛ, തീരുമാനമെടുക്കാനുള്ള കഴിവ് കേട്ടോ. അതൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ദേഹില സുഖേ. സത്യത്തിലെ ജീവനുള്ള എല്ലാത്തിനും സൂക്കയുണ്ട്. കാരണം ജീവന്റെ ഇരിപ്പിടം സൂക്കയിലല്ലേ മനസ്സ്. ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ. മനുഷ്യന്റെ അത്രയും വളർന്നതായിരിക്കില്ല മൃഗങ്ങൾക്ക്, പക്ഷികൾക്കും ഒക്കെ ഉണ്ട് കേട്ടോ, സൂക്കയുണ്ട്. നിങ്ങൾ മൃഗങ്ങളെ നോക്കിക്കേ, അല്ലേ? മൃഗങ്ങളെ നോക്കിക്കേ, ചില സവിശേഷ ബുദ്ധി പ്രകടിപ്പിക്കും, അല്ലേ? എൻ്റെ ഒരു ബ്രദറിലോ, അദ്ദേഹം ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ രാജാക്കാട് സെന്ററിന്റെ പാസ്റ്ററാണ്. അവരിപ്പോ സൂര്യനെല്ലിലാണ് ശുശ്രൂഷയിലിരിക്കുന്നത്. ഈ ചക്കക്കൊമ്പനും അരിക്കൊമ്പനും ഒക്കെ അവിടെ കിടന്ന് കളിക്കുക. ഇവരുടെ അടുത്ത ഇവരുടെ പറമ്പിലൊക്കെ ഇറങ്ങി വരും, ചർച്ചിന്റെ പറമ്പിലോട്ടൊക്കെ ഇറങ്ങി വരും. പക്ഷെ ഒന്നും ചെയ്യല. പുള്ളി വന്ന് ചക്ക ഇട്ടോണ്ടങ്ങ് പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ, ഒളിച്ചിരുന്ന് ഉപദ്രവിച്ചാലും കൊള്ളാം. കഴിഞ്ഞ ദിവസം വന്നപ്പം എന്റെ ബ്രദറിലോ എന്നോട് പറയുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്രവിച്ച് ഓർത്തിരുന്ന് വന്ന് അവനെ അടിച്ചിട്ട് പോയത്. എന്നിട്ട് ആ ചില കഥകൾ അവിടെ ചെന്നപ്പോ അവരറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ഞാനോട് മനുഷ്യന് അത്രയും ബുദ്ധിയുണ്ടോ? അല്ലേ? അതുപോലുള്ള ബുദ്ധിയായി ഇവർക്ക്. അരിക്കൊമ്പന്റെ കാര്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കടയാണേലും കൊള്ളാം, വീടാണേലും കൊള്ളാം, വീട് പൊളിച്ച് അരി അകത്തിരിക്കുന്ന വീടറിയാവന്. ചാക്കിലോ ഭരണിയിലോ പാത്രത്തിലോ അരി ഇരിപ്പുണ്ടെങ്കിൽ ആ വീട് പൊളിച്ചിട്ട് അകത്ത് കയറിയിട്ട് ഈ അരി മാത്രം എടുത്തോണ്ട് പോകും. വേറെ എന്നെ അവിടെ ഇരുന്നാലും പുള്ളിക്ക് വേണ്ട, അരി മാത്രം. അത് അരിക്കൊമ്പൻ. ചക്കക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ചക്ക മാത്രം മതി. വാഴക്കൊല കണ്ട പുള്ളിക്ക് വേണ്ട. പുള്ളി പറമ്പിൽ ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് പ്ലാവേന്ന് എത്താവുന്നിടത്തെന്നെല്ലാം ചക്ക ഇട്ടങ്ങ് കൊണ്ടുപോകും. ഇത് കുറെ തിന്നും, ബാക്കി ഉറിക്കൊണ്ടും മക്കളെ. അതാ ചക്കക്കൊമ്പൻ. എന്ന ബുദ്ധി ചിലതിന് സവിശേഷ ബുദ്ധി. അതാ സൂക്കേ. അതാ മനസ്സ് അഥവാ നമ്മുടെ പ്രാണൻ അഥവാ ദേഹി കേട്ടോ. അപ്പൊ ഈ മൃഗങ്ങൾക്കെല്ലാം സൂക്കയുണ്ട്. അപ്പൊ അവരെ നിയന്ത്രിക്കുന്നത് ഈ സൂക്കയാണ്, അവരുടെ മനസ്സാണ്. ഇത്തരം മനുഷ്യരുമുണ്ട്, ചില മനുഷ്യരുമുണ്ട് ഇതുപോലെ. അവരെ നിയന്ത്രിക്കുന്നത് അവരുടെ മനസ്സാണ്. അതല്ലേ ചിലരോട് നമ്മൾ ചിലതൊക്കെ ചോദിക്കുമ്പോഴേക്ക് എനിക്ക് മനസ്സുള്ളത് ഞാൻ ചെയ്യുമെന്ന് പറയും. കേട്ടിട്ടില്ലേ? അല്ലേ? നിങ്ങളത് ചെയ്യാൻ പറഞ്ഞ എനിക്ക് മനസ്സില്ലെന്ന് പറയും. കാണാൻ മനസ്സ് അവരെ നിയന്ത്രിക്കുന്നത്. ഇത് സ്വാഭാവിക രീതിയാണ്. മൃഗങ്ങളുടെ നിലയിൽ ജീവിക്കുക. മൃഗങ്ങള് വിശപ്പ് തോന്നുമ്പോ ആരുടെ ആണെങ്കിലും കൈയിട്ടാണെങ്കിലും വാരി തിന്നും, ഇല്ലേ? ആരുടെ ചക്കയാണെങ്കിലും വന്ന് പറിച്ചുകൊണ്ട് പോകും. ആര് മേടിച്ചു വെച്ചിരിക്കുന്ന അരിയാണെങ്കിലും റേഷൻ അരിയാണെങ്കിലും പുള്ളി എടുത്ത് തടിച്ചു പോകും. അവൻ കഷ്ടപ്പെട്ട് റേഷൻ മേടിച്ച് പണിയില്ലാതിരുന്നേച്ച് ജോലി ഇല്ലാതിരുന്നേച്ച് കഷ്ടപ്പെട്ട് കിട്ടിയ കാശ് കൊണ്ട് അരി വാങ്ങിച്ചു വെച്ചതാ. ഈ പുള്ളിക്ക് ഇതൊന്നും ചിന്തയില്ല, പുള്ളിക്ക് അരി മതി. അവന് വിശക്കാൻ തുടങ്ങുമ്പം എന്ത് ചെയ്യുക? ആ വിശപ്പ്, ആ മനസ്സാണ് അവനെ നിയന്ത്രിക്കുന്നത്, ഇല്ലേ? വൈരാഗ്യം തോന്നി, കണ്ട ആനയ്ക്ക് വൈരാഗ്യം തോന്നി, അവന്റെ മനസ്സ് അവനെ നിയന്ത്രിക്കുക. ചില മനുഷ്യർ ഇതുപോലെ, അവനെ മനസ്സാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് സത്യത്തിൽ
മാനസികൻ എന്ന് വല്ലതും വിളിക്കണമായിരുന്നു. നമ്മളതിനെ മലയാളത്തിൽ എഴുതിക്കൊണ്ട് വെച്ചിരിക്കുന്നത് കണ്ടോ? സുക്കിക്കോസ് എത്ര നല്ല പദമാണ് ഗ്രീക്കിലെ. ഇത് ആരാ ഇങ്ങനെ തർജ്ജമ ചെയ്ത് വെച്ചത് എനിക്കറിയത്തില്ല. വല്ലാത്ത ചെയ്താണ് നമ്മളോട് ചെയ്തത്. പ്രാകൃതൻ മണ്ടത്തരം എഴുതി വെച്ചിരിക്കുന്നത്. മാനസികനോ ഇല്ലേ? മനസ്സുള്ളവനോ വല്ലതും എഴുതിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാരണം അവർ മനസ്സ് നിയന്ത്രിക്കുന്നു പറയാം. ഇതെന്നതാ പ്രാകൃതം എന്ന് പറഞ്ഞ പല്ല് തേക്കാതെ കുളിക്കാതെ എണ്ണ വെക്കാതെ നടക്കുന്നവനെയല്ലേ നമ്മൾ പ്രാകൃതൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇയാളെ കണ്ട പ്രാകൃതനായി പോയല്ലോ എന്ന്. മുടി വെട്ടിയില്ല, കുളിച്ചില്ല, എണ്ണ വെച്ചില്ല, ഷേവ് ചെയ്തില്ല. ആ അർത്ഥമാണ് നമുക്കിപ്പം കിട്ടുന്നത്. അതുകൊണ്ട് ഇനി മണ്ടത്തരം പറ്റരുത് കേട്ടോ. പ്രാകൃതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞോണ്ടേ നമ്മള് ഇങ്ങനെയുള്ളവരെ ഓർക്കരുത്. പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ എ മാൻ ഹു ലിവ്സ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫിസിക്കൽ ലൈഫ്. അവരുടെ മനസ്സാണ് അവരെ നയിച്ചുകൊണ്ട് നടക്കുന്നത്. മനസ്സിന് തോന്നുന്നൊക്കെ ചെയ്യും. അവർക്കൊരു തത്വം ഇല്ല. അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നി, എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി, ഇയാൾ എന്തിനങ്ങനെ ചെയ്യും? എനിക്ക് അന്നേരം തോന്നി അങ്ങനെ ചെയ്യാൻ. എനിക്ക് ആരെയും വേറെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല. എനിക്ക് എന്റെ മനസ്സിന് മുമ്പിൽ ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. നമ്മുടെ ചിലർ പറയുന്നത് കേട്ടില്ലേ? നമ്മുടെ നാട്ടുകാരൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇയാൾ എന്താ എന്തിനങ്ങനെ ചെയ്ത്? എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി, ഞാനങ്ങ് ചെയ്തു. അതിനെന്നാ? എനിക്ക് വേറെ ആരുടെയും ഒരു തത്വം കേൾക്കേണ്ട കാര്യമില്ല. എനിക്ക് ആരോടും കണക്ക് കൊടുക്കേണ്ട കാര്യമില്ല. എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി, ഞാനത് ചെയ്തു. അതിനെന്നാ? കണ്ടോ? ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് സുക്കിക്കോസ്. സുക്കിക്കോസ്. അപ്പൊ ചില മനുഷ്യർ അങ്ങനെയാണ്. ലോക മനുഷ്യൻ മുഴുവൻ, ലോകത്തിലുള്ള സർവ്വ മനുഷ്യനും സുക്കിക്കോസാണ്. സുക്കിക്കോസാണ്. എന്നാൽ മറ്റൊരു മനുഷ്യനുണ്ട്. നമ്മള് വായിച്ചു 1 കൊരിന്ത്യർ 2:14 വായിച്ചത്. 15 വായിച്ച്. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. കണ്ടോ? രണ്ടാമതൊരുത്തൻ ആത്മീയൻ. അതാ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ആത്മീയൻ. എന്താണ് ഈ ആത്മീയൻ? ന്യൂമാറ്റിക്കോസ് എന്നാ ഗ്രീക്ക്. ന്യൂമാറ്റിക്കോസ്. ന്യൂമാറ്റിക്കോസ് എന്ന് പറഞ്ഞ PNEU ആണേ. PNEUMATIKOS. ന്യൂമാറ്റിക്കോസ്. ഗ്രീക്കിൽ കിടക്കുന്നത് ന്യൂമാറ്റിക്കോസ്. അതിനെയാണ് നമ്മൾ മലയാളത്തിൽ ആത്മീയൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ന്യൂമാറ്റിക്കോസ് എന്നുള്ള പദം എങ്ങനെയാ അറിയാമോ? ന്യൂമ എന്ന് പറഞ്ഞുണ്ടല്ലോ ഗ്രീക്കിലെ PNEUMA. ന്യൂമ എന്ന് പറഞ്ഞ ആത്മാവെന്ന സ്പിരിറ്റ് കേട്ടോ. സ്പിരിറ്റ്. ന്യൂമ. ന്യൂമ എന്ന് പറഞ്ഞ സ്പിരിറ്റ്. PNEUMA. PNEUMA. ന്യൂമ എന്ന് വായിച്ചേക്കരുതേ. അത് വായിക്കേണ്ടത് ന്യൂമ. ഐ ഡോണ്ട് ക്നോ വെർ ഈസ് ദ ക്നൈഫ് എന്ന് വായിച്ചതുപോലെ ചിലത് സൈലന്റ് ആണ്. ക്നൈഫ് അല്ല നൈഫ. ക്നോ അല്ല നോയ എന്ന് പറഞ്ഞാൽ ഇത് ന്യൂമ അല്ല ന്യൂമയാണ്. പി സൈലന്റ് ആണ് അവിടെ. അപ്പൊ കണ്ട ന്യൂമ. ന്യൂമ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സ്പിരിറ്റ്. അപ്പോ ന്യൂമാറ്റിക്കോസ് എന്ന് പറഞ്ഞാൽ അർത്ഥം സ്പിരിച്വൽ. സ്പിരിച്വൽ. ആത്മാവ്. എന്താ ആത്മാവ്? ഒരു മനുഷ്യന് 3 ഘടകമുണ്ട്. ദേഹം, ദേഹി, ആത്മാവ്. ആത്മാവ് ദൈവത്തിൽ നിന്നുള്ള അംശമാണ് അല്ലെ? ദൈവാംശമാണ്. ദൈവം വെച്ചിരിക്കുന്ന അംശമാണ്. ആ ആത്മാവാണ് ദൈവവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. ആത്മാവിൽ നമ്മുടെ ആത്മാവ് എന്ന് നമ്മൾ പറയും അല്ലെ? ആത്മാവ്, സ്പിരിറ്റ്. അപ്പൊ ആ വ്യക്തിയെ ഇപ്പൊ ആരാ നയിക്കുന്നത്? സ്പിരിറ്റാ നയിക്കുന്നത്. സ്പിരിറ്റ്. അപ്പൊ നമുക്കൊരാത്മാവുണ്ട്. ആ ആത്മാവിൽ, അതുകൊണ്ടാണ് നമ്മള് ആദ്യം വായിച്ചപ്പോഴത്തേക്ക് പറഞ്ഞില്ലേ, ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവോട് സാക്ഷ്യം. നാം ദൈവമക്കൾ എന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഓർക്കുന്നില്ലേ? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നിങ്ങൾ വായിച്ചതാണ്. ഞാൻ വായിച്ചു തന്നാ. ഒരു മനുഷ്യന്റെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നിട്ട് അവനെ നയിക്കാൻ തുടങ്ങും. എന്താ? അപ്പൊ അവന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും
ഒന്നായി ചെയ്യും. അവന്റെ ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവ് നയിക്കാൻ തുടങ്ങുമ്പോൾ അവനെ വിളിക്കുന്ന പേരാണ് ആത്മീയൻ. അപ്പൊ അവനെ ആരാ നയിക്കുന്നേ? അതാ ഇത്ര പറഞ്ഞുകൊണ്ടിരുന്നത്. One who is controlled by the spirit. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനാണ് ആത്മീയൻ. ആത്മീയരാണോ? അതോ ഇപ്പോഴും മനസ്സ് പറയുന്ന പോലാണോ നമ്മൾ ചെയ്യുന്നത്? മനസ്സ് പറയുന്നതിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? എന്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ തോന്നി, ഞാനങ്ങ് ചെയ്തു. ചില പാർട്ടികളോടൊക്കെ ചിലത് നമ്മൾ ചോദിച്ച് എനിക്ക് അങ്ങനെ തോന്നി. അതിന് എടാ കുഞ്ഞ, നീ പ്രാകൃതനാ. നിന്റെ മനസ്സിന്റെ പുറകെ നടന്ന പറയുന്നതല്ല കേൾക്കേണ്ടത്. നീ കേൾക്കേണ്ടത് ആത്മാവെന്ന് പറയുന്നു. ആത്മാവിനാലാണ് നീ നിയന്ത്രിക്കപ്പെടേണ്ടത്. അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ആത്മമനുഷ്യൻ. ഇപ്പൊ മനസ്സിലായോ? ആത്മീയൻ. വൺ ഹു ഈസ് കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ്. ആത്മാവിനാൽ ഒരുവൻ നിയന്ത്രിക്കപ്പെടുക. ഓരോ കാര്യങ്ങളിലും അവന്റെ ദൈവത്തോട് ആലോചന ചോദിക്കുക. അപ്പോ നമ്മൾ ആത്മാവ് നടത്താൻ തുടങ്ങും. അതെ യെശയ്യാപ്രവചനത്തിൽ അല്ലേ, നമ്മൾ വഴി അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ തുടങ്ങുമ്പോ വഴി ഇതാകുന്നു, ഇതിലേ പോയിക്കൊള്ളി എന്നൊരു ശബ്ദം ഞാൻ പുറകിൽ കേൾക്കുമെന്നാണ് പഴയ നിയമത്തിൽ. ഇപ്പൊ പുറകിലല്ല, ആത്മാവ് ഇവിടെ. ഇപ്പോ വന്നും പോയും ആയിരുന്ന പഴയ നിയമകാലത്ത് ആത്മാവ് വന്നും പോയി ഇരിക്കുകയായിരുന്നു. ഇപ്പോഴോ ആത്മാവ് നമ്മളിൽ ആത്മാധിവാസം എന്ന് കേട്ടില്ലേ, നമ്മൾ പഠിച്ചില്ലേ? ഇപ്പൊ ആത്മാവ് നമ്മുടെ അകത്തിരിക്കുക. അകത്തിരുന്നുകൊണ്ട് ആത്മാവ് നമ്മളെ നയിക്കുക. ഇതിന് നമ്മൾ എന്ത് ചെയ്യോ? ആത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കണം. ജഡം, നമ്മുടെ ബുദ്ധിയല്ല നമ്മളെ നയിക്കേണ്ടത്. ഇനി മനസ്സല്ല നയിക്കേണ്ടത്, വികാരങ്ങളല്ല നയിക്കേണ്ടത്. ഇനി നമ്മളെ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവ്. ഒരാൾ നമ്മളോട് ചൂടാകുന്നു, നമ്മളെ പള്ളു വിളിക്കുന്നു, നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്തെന്ന് പറയുന്നു, നമ്മുടെ മനസ്സുണരാൻ പെട്ടെന്ന്. എന്നിട്ട് നമുക്കും വേണമെങ്കിൽ അവനെ തെറി വിളിക്കാം, അവനെ വേണേ തല്ലാം. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ ആത്മാവ് ജയകരമായി നമ്മളെ നിയന്ത്രിക്കും. ദൈവത്തിന്റെ ആത്മാവ് ഒത്തിരി സന്ദർഭങ്ങളിൽ ഞങ്ങളൊക്കെ ഇത്തരം വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ. സഭയൊക്കെ നടത്തി നിങ്ങൾക്കറിയാം, 33 വർഷത്തിന് മേലായി ശുശ്രൂഷയൊക്കെ ചെയ്തു വരുന്നു. ചില പ്രശ്നങ്ങളൊക്കെ സഭകളിൽ ഉണ്ടായിട്ടുണ്ട്. ചില സഹോദരന്മാർ നമുക്കെതിരെ ക്രുദ്ധിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ നമ്മുടെ കഴിവ് കൊണ്ടല്ല. ഒരിടത്തും ആരെയും പള്ളു പറഞ്ഞില്ല, വഴക്കുണ്ടാക്കിയില്ല, ദേഷ്യം കയറിയില്ല, തല്ലിയില്ല. പക്ഷെ അതിനെയൊക്കെ വിജയകരമായി ആ കടമ്പകളൊക്കെ കടക്കാൻ സഹായിച്ചത് ആത്മാവാണ്. ആത്മാവ് നമ്മളെ നിയന്ത്രിക്കുക. ആത്മാവ് നിയന്ത്രിക്കാൻ നോക്കണം. നമുക്ക് ദേഷ്യം വരികയല്ലെന്നേ. ഇവൻ നമ്മളെ തെറി വിളിച്ചാൽ നമുക്ക് ദേഷ്യം, നമ്മൾ ചിരിക്കുന്നുണ്ട്. അല്ലെ, ചില പൊന്നു കുഞ്ഞാൻ നീ അങ്ങ് പോ, പിന്നെ പറയാം, നമുക്ക് നീ പോയിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം. അല്ലെ നിന്റെ കള്ളറങ്ങട്ടെ, ഇല്ല നീ മറ്റൊരവസരത്തിൽ വാ, നീ ശരിക്കും മനസ്സിലാക്കിയില്ല, ഞാൻ പറഞ്ഞു തരാം. ശാന്തമായിട്ട് പറഞ്ഞ് അങ്ങനെയുള്ളവരെ നമ്മള് നിയന്ത്രിച്ചിട്ടുണ്ട്. കാര്യം പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം കേട്ടോ. ആത്മനിയന്ത്രണം, അതാ ആത്മീയ. ഇനി വേറൊരു പാർട്ടിയും കൂടെ ഉണ്ട് അതോട്. അപ്പൊ ഇത് പറഞ്ഞപ്പോ അതും കൂടെ പറയാതിരിക്കാമല്ലോ. 3-ന്റെ 1 വായിച്ചേ. 3-ന്റെ 1. സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ മതി. അവിടെ ഒരു പാർട്ടി എഴുതിയിട്ടുണ്ട്. ആരാ? ജഡീകൻ. നമ്മൾ അറിയാത്ത മറ്റേ ആത്മീയ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ അല്ലേ? പക്ഷേ നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെ അല്ല, ജഡീകരോടെന്ന പോലെ പറയേണ്ടതുണ്ട്. ആരെ വിളിച്ചാ പറഞ്ഞേ? സഹോദരന്മാരെ, വിശ്വാസികളെ വിളിച്ചാ പറഞ്ഞേ, ലോകമനുഷ്യരെ അല്ല. എന്നാൽ സഹോദരന്മാരെ, കൊന്തി സഭയിലെ വിശ്വാസികളെ അല്ലേ ഈ വിളിച്ചേ? അല്ലേ? സഹോദരന്മാരെ എന്ന് വിളിച്ചത് കൊരിന്തി സഭയിലെ ദൈവമക്കളെയാ വിളിച്ചത്.
നിങ്ങളോട് ഇപ്പൊ ഞാൻ ആത്മികരോടെന്ന പോലെയല്ല, നിങ്ങളോട് ഞാൻ ജഡീകരോടെന്ന പോലെ സംസാരിക്കുക. അപ്പൊ മൂന്നാമതൊരു കൂട്ടരാണ് ജഡീകർ. അത് ആത്മീയരിൽ ഒരു വിഭാഗമാണ് കേട്ടോ. ജഡീകർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കാർത്തികമേശയൊക്കെ എടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ജഡീകർ. എന്താ ഈ ജഡം എന്ന് പറഞ്ഞ അത് ഗ്രീക്കിലെ സാർക്കിക്കോസ് എന്ന് പറയും കേട്ടോ. സാർക്കിക്കോസ്, SARKIKOS, സാർക്കിക്കോസ്, SARKIKOS, സാർക്കിക്കോസ്. സൂക്കിക്കോസ്, സാർക്കിക്കോസ്, ന്യൂമാറ്റിക്കോസ്. അത് മൂന്ന് അങ്ങനെ അങ്ങ് പഠിച്ചേ. ഒരു നല്ല റൈമിങ് അല്ലെ, നല്ല പ്രാസമുള്ളതാ കേട്ടാ അല്ലെ. സൂക്കിക്കോസ്, സൂക്കിക്കോസ്, സൂക്കേ, സൂക്കിക്കോസ് അല്ലെ. ന്യൂമാറ്റിക്കോസ്, ന്യൂമാറ്റിക്കോസ്. സാർക്കിക്കോസ്, സാർക്സ് എന്നൊരു പദമുണ്ട്. SARX, അതിൽ ഈ സാർക്കിക്കോസ് എന്നത് സാർക്സ്, SARX, സാക്സ്, SARX എന്ന് എഴുതിക്കേ. എന്നിട്ട് വായിക്കുന്ന എങ്ങനെയാ? സാക്സ് അല്ലെ. സാക്സ്. സാക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്നറിയാമോ? ഫ്ലഷ് ആണ്. ഫ്ലഷ്, ഫ്ലഷ്, FLESH, ഫ്ലഷ്. ജഡം, ജഡം, ജഡം. എന്താ ഈ ജഡം എന്നറിയാമോ? ഹ്യൂമൻ നേച്ചർ അപ്പാർട്ട് ഫ്രം ഗാഡ്. അതായത് അവർ ആത്മീയരിൽ ഒരു വിഭാഗം തന്നെയാണ്, പക്ഷേ ദൈവത്തിൽ നിന്നും അകന്നു പോയവരുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും വീണ സ്വഭാവം. പാപത്തിൽ വീണുപോയ സ്വഭാവേ നമുക്കെല്ലാം അങ്ങനെ ഒരു സ്വഭാവം കിടപ്പുണ്ടല്ലോ അല്ലേ. അതാ ഈ ഇടയ്ക്കിടയ്ക്ക് ചാടി വരുന്നേ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നമ്മളോട് ആരെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക? ഞാൻ 10 മിനിറ്റിലേക്ക് പുസ്തകം മാറ്റി വെക്കുമെന്ന് പറയും. സത്യത്തിന്റെ ആത്മീയനാണെങ്കിൽ അവനെ ആത്മാവല്ലേ നയിക്കണ്ടേ? പക്ഷെ പെട്ടെന്ന് ആര് കയറി? നമ്മുടെ ആ പാപ സ്വഭാവം, പഴയ സ്വഭാവം ഇല്ലേ നമ്മളിലുള്ള, അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് ജഡം. ജഡം അല്ലാതെ ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലഷ്, നമ്മുടെ മാംസം അല്ല. ജഡം എന്ന് പറഞ്ഞാൽ നമ്മളിലെ വിശ്വാസികളിൽ ഇന്നും സജീവമായി നിൽക്കുന്ന പാപ സ്വഭാവം. നമ്മുടെ ആത്മാവിന് വീണ്ടെടുപ്പ് തന്നു നമ്മൾ കർത്താവിനെ സ്വീകരിച്ചപ്പോ തന്നെ. പക്ഷേ ഈ ശരീരത്തിന് വീണ്ടെടുപ്പ് വന്നിട്ടില്ല ഇപ്പോഴും. ഒന്നേ നമ്മൾ ചാകണോ, ഇല്ല കർത്താവ് വരണം, അന്നേ ഈ ശരീരത്തിന് നമുക്ക് വീണ്ടെടുപ്പ് ഉണ്ടാവും അല്ലേ. അപ്പൊ ഇതിനകത്ത് ചില അഭിലാഷങ്ങളുണ്ട്. ജഡം, ജഡം, പാപത്തിൽ നമ്മൾ ചോദിക്കും. ചിലര് വിശ്വാസത്തിൽ നിൽക്കുന്ന ചിലർ എന്ത് ചെയ്യുക? വചനത്തിന് വിരുദ്ധമായി, വിശ്വാസത്തിന് വിരുദ്ധമായി ചിലതൊക്കെ ചെന്ന് ചെയ്യുക. അവിടെ നീ രക്ഷിക്കപ്പെട്ടതല്ലേ, നീ സ്നാനപ്പെട്ടതല്ലേ, നീ കർത്തൃമേശ എടുത്തുകൊണ്ടിരിക്കുന്നവനല്ലേ, അപ്പൊ കുറെ നാളത്തേക്ക് എടുക്കുകയല്ലേ. അത് പേടിയാ, അത് പേടിയാ അല്ലേ. സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്തൃമേശ എടുത്തുകൊണ്ടിരുന്ന ആളാ കുറെ നാളായിട്ടിപ്പോ കർത്തൃമേശ എടുക്കുന്നില്ല. ഏതാണ്ട് ഇപ്പോഴും ക്രമീകരിക്കാൻ ഏതാണ്ടുണ്ട്. അതാ ജഡം. എന്താ നമ്മുടെ പാപ സ്വഭാവം. ചില പാപത്തിൽ, ഏത് പാപം? അത് കോപമാകാം, ലൈംഗിക പാപമാകാം, വൈരാഗ്യമാകാം. അങ്ങനെ ദൈവവചനത്തിന് വിരുദ്ധമായി നമ്മളിലുള്ള പ്രവർത്തികൾ. മനസ്സിലായോ? അതിനെയാണ് ജഡം എന്ന് വിളിക്കുന്നത്. വീണ സ്വഭാവം.
അപ്പൊ അതിന് പ്രാധാന്യം കൊടുക്കുക. അപ്പം പുതുക്കം പ്രാപിച്ചവരാണെങ്കിലും അവര് ജഡത്തെ ആശ്രയിച്ച് കഴിയുക. ദൈവമക്കളാണെന്ന് പേരുണ്ടെങ്കിലും അവർ പ്രാധാന്യം കൊടുക്കുന്നത് ജഡത്തിന്റെ ഇച്ഛകൾക്കാണ്. ഇത് വലിയൊരു ശത്രുവാ കേട്ടോ. ഒരു ദൈവവൈതൽ തന്റെ ജീവിതത്തിൽ ഉടനീളം ജഡത്തോടും പോരാടേണ്ടതുണ്ട്. നമ്മളെ പാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ചില ഇമ്പൾസുകൾ കൊണ്ടുവന്നിട്ട്, ചില തോന്നലുകൾ മനസ്സിൽ കൊണ്ടുവന്നിട്ട്, ചില ആഗ്രഹങ്ങൾ, ചില ആവേശങ്ങൾ, ചില ഇച്ഛകൾ, നമ്മൾ അതിന് എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും. നമ്മൾ തന്നെ മനസ്സിൽ ഒരു ന്യായം കണ്ടുപിടിക്കും. ഓ അങ്ങനെ എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ, പിന്നെ ആവോ, അങ്ങനെ നമ്മൾ തന്നെ പറയുക. അങ്ങനെ നമ്മൾ തന്നെ പറഞ്ഞ് ആശ്വസിക്കുക. ഓ ഇവിടെ ആരാ അതിന് അത്ര വലിയ തീരുമാനം ഉള്ളത്? ഇങ്ങനെ പറയുന്നവരെ സൂക്ഷിച്ചോണം. എന്നാ ഇവനെ ഏതാണ്ടേ ചെയ്യുന്നുണ്ടോ ഈ കുഴപ്പം? ഇപ്പൊ പറഞ്ഞു നടക്കുന്നത് ഓ എല്ലാം കള്ളന്മാരാന്നേ, ഉപദേശിമാരെല്ലാം കള്ളന്മാരാ, ദൈവമക്കളൊന്നും എല്ലാം കള്ളന്മാരാ. എടാ അവരാരും ഒന്നും കട്ടിട്ടില്ല. കള്ളന്റെ സ്വഭാവം കാണിച്ചത് നീയാ. അവസാനം നിന്നെ തന്നെ ന്യായീകരിക്കാൻ ഇപ്പൊ നീ പറയുന്നതാ എല്ലാരും കള്ളം. അങ്ങനെ പറയുന്നവരെ സൂക്ഷിച്ചോ, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇവിടെ ആരാ അത്ര നീതിമാനമുള്ളത്? ഇവിടെ ആരാ അത്ര വലിയ വിശുദ്ധനുള്ളത്? ഇത് ചോദിക്കുന്നവരെ പ്രത്യേകം എടുത്ത് നോക്കിക്കോണേ കേട്ടോ. അവന്റെ കയ്യിൽ അനീതിയുണ്ട്, അവന്റെ കയ്യിൽ അശുദ്ധിയുണ്ട്. അത് മറയ്ക്കാനാണ് ഈ മറ്റുള്ളവരെല്ലാം ഇങ്ങനെയാന്ന് പറയുന്നത്. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ജഡം, അതായത് പാപസ്വഭാവം, നമ്മളിൽ കിടക്കുന്ന പാപസ്വഭാവമല്ല, നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളല്ല നമ്മളെ നയിക്കേണ്ടത്. നമ്മളെ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കും. അതിനെന്താ വേണ്ടത്? പരിശുദ്ധാത്മാവ് നയിക്കാൻ അതിനാദ്യം വേണ്ടത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരിക്കും, പരിശുദ്ധാത്മാവ് ഒരുവനിൽ വസിക്കണമെങ്കിൽ അവൻ പരിശുദ്ധിയുള്ളവനായിരിക്കണം. ആ പേര് തന്നെ കണ്ടോ, പരിശുദ്ധി എന്ന് പറ, പരിശുദ്ധിയുടെ ആത്മാവ്, അതല്ലേ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ.